നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. BDJS സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കിസാൻ സർവീസ് സൊസൈറ്റി പ്രവർത്തനം തുടങ്ങി. ചേർത്തലയിൽ SN ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങണ്ട വളവിൽ രാത്രികാലങ്ങളിൽ അപകടങ്ങൾ പതിവാകുന്നു. വഴിവിളക്കില്ലാത്തതാണ് പ്രധാന കാരണമെന്ന പരാതിയുമായി BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. വിശപ്പ് രഹിത ചേർത്തലയുടെ ശില്പിയായ K. രാജപ്പൻ നായർ ഓർമ്മയായിട്ട് 1 വർഷം പിന്നിടുന്നു. ചേർത്തല സാന്ത്വനം ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ചേർന്നു. വിശദമായ വാർത്തകളിലേക്ക്. BDJS സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കിസാൻ സർവീസ് സൊസൈറ്റി പ്രവർത്തനം തുടങ്ങി. ചേർത്തലയിൽ സൊസൈറ്റിയുടെ ഉദ്ഘാടനം SN ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ നിർവഹിച്ചു. ചേർത്തല ലയൺസ് ക്ലബ്ബ് ഹാളിൽ SN ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അത് ജാതിമത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും വേണ്ട ഉപകാരപ്രദമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കൃഷി എന്ന് പറയുന്നത്. നമ്മുടെ ജീവനാഡിയാണ്. നമുക്ക് എപ്പോഴും വായു, ജലം, ഭക്ഷണം ഇല്ലാതെ ആർക്കും ജീവിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ വിഷം ചേരാത്ത ഭക്ഷണം കൊടുക്കാനായിട്ട് കർഷകനെയാണ് നമ്മൾ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, IAS-കാരാണ്, IPS-കാരാണെന്നൊക്കെ പറഞ്ഞാലും അവർ ഭൗതികമായിട്ട് ഉയർന്നവരാണ്. പക്ഷേ നമ്മുടെ നിത്യമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം. വീട്ടിൽ അമ്മമാർ നമുക്കത് ഭക്ഷണം പാചകം ചെയ്തു തരുമ്പോൾ വിഷമയമില്ലാത്ത ഭക്ഷണം നമ്മുടെ വയറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നല്ല പച്ചക്കറികളാണെങ്കിലും നെൽവിത്തുകളാണെങ്കിലും എല്ലാം ചെയ്യണം. ഇന്നിപ്പം എൻഡോസൾഫാൻ അടിച്ച് നമ്മുടെ കാസർഗോഡ് പോലെയുള്ള, ഇപ്പോൾ കാസർഗോഡുകാരൻ ഇരിപ്പുണ്ട്, ഞാൻ അവിടെ പോയി കണ്ടിട്ടുള്ളതാണ്. ആ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചു കാസർഗോഡൊക്കെ വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അന്നുണ്ടായത്. മനുഷ്യജീവിയാണോ എന്ന് തന്നെ അറിയത്തില്ല, അതുപോലത്തെ കുഞ്ഞുങ്ങളാണ്. കയ്യും കാലും എല്ലാം തേമ്പി, തലയെല്ലാം വലുതായിട്ട്, നമുക്ക് ഭീകര ജീവികളെ, അന്യഗ്രഹത്തിൽ നിന്ന് വന്ന എന്നെ ക്ഷമിക്കണം കേട്ടോ, അങ്ങനെയുള്ള ഒരു ഇതായിട്ടാണ് നമുക്ക് കാണുന്നത്. അന്ന് ഭയപ്പെട്ടു പോയി ഞാനൊരു കുഞ്ഞിനെ കണ്ടപ്പോൾ. കേന്ദ്ര സംസ്ഥാന പദ്ധതികളും പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങളുമാണ് സൊസൈറ്റിയുടെ ലക്ഷ്യം. പദ്ധതികൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നതിന് പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കിസാൻ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് D. പ്രകാശൻ കളപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. BDJS സംസ്ഥാന ജനറൽ സെക്രട്ടറി PS. ജ്യോതിസാണ് കോർഡിനേറ്റർ. ചേർത്തല ചെങ്ങണ്ട വളവിൽ രാത്രികാലങ്ങളിൽ അപകടങ്ങൾ പതിവാകുന്നു. വഴിവിളക്കില്ലാത്തതാണ് പ്രധാന കാരണമെന്ന പരാതിയുമായി BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കഴിഞ്ഞയിടെ തന്നെ നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നു കഴിഞ്ഞത്. ദേശീയപാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. റോഡ് പരിചയമില്ലാത്ത ഡ്രൈവർമാരെ വഴിവിളക്കില്ലാത്തത് അപകടങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു. അധികൃതർ ഇടപെട്ട് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് BJP. മണ്ഡലം പ്രസിഡന്റ് K. കൃഷ്ണകുമാർ, TR. ബൈജു, ചന്ദ്രദാസ്, ബൂത്ത് സെക്രട്ടറി ബെൻസ്, സജിത് ദാസ്, PT. പ്രശാന്ത് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. വെള്ളിയാകുളം ഗവൺമെന്റ് UP സ്കൂളിൽ അന്താരാഷ്ട്ര ചെറുധാന്യ ദിനം ആചരിച്ചു. തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് G. ശശികല ഉദ്ഘാടനം ചെയ്തു. ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് അറിയാമായിരുന്നു. കാലങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്നത്തെ തലമുറയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും മില്ലറ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആർക്കും അത്ര അതിനെക്കുറിച്ച് വലിയ അറിവുകളൊന്നുമില്ല. മില്ലറ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ചെറുധാന്യങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീന്, അതോടൊപ്പം തന്നെ ആവശ്യമായ എല്ലാ ഗുണങ്ങളും കിട്ടുന്നതിനെ കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് അറിയത്തില്ല. അതിൻ്റെ ഭവിഷ്യത്ത് ഒരു പരിധിവരെ എല്ലാം തന്നെ നമുക്ക് നമ്മുടെ മുതിർന്നവർക്കൊക്കെ തന്നെ നമ്മളത് കണ്ടുവരുന്നുണ്ട്. കാരണം ആരോഗ്യക്കുറവ്, ശരീരത്തിന് ബലക്കുറവ് ഉൾപ്പെടെ, പ്രോട്ടീൻ്റെയൊക്കെ കുറവ് ഉൾപ്പെടെ നമ്മൾ കണ്ടുവരുന്നുണ്ട്, ഇല്ലേ? അപ്പം ഈ മില്ലറ്റിനകത്ത് തന്നെയാണെങ്കിൽ ഇപ്പം നമ്മളറിയാം, കൊച്ചു കുട്ടികളൊക്കെ തന്നെ ജനിച്ചു വരുമ്പോഴത്തേക്കും, ജനിക്കുന്ന കുട്ടികൾക്ക് 6 മാസമൊക്കെ കഴിയുമ്പോൾ 6 മാസം വരെ നമ്മൾ എന്ത് കൊടുക്കും? കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ പാല് കൊടുക്കും, ഇല്ലേ? അതിനുശേഷം 6 മാസത്തിനൊക്കെ ശേഷം നമ്മൾ കുട്ടികൾക്ക് റാഗി ഉൾപ്പെടെ നമ്മൾ കുറുക്കി കൊടുക്കും. എന്തായിട്ട് കൊടുക്കണേ? കുറുക്ക് കൊടുക്കാറുണ്ട്, ഇല്ലേ? റാഗി, അതായത് നമ്മൾ
പുല്ല് എന്നൊക്കെ പറയും അല്ലേ. അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കുമ്പോഴത്തേക്കും കുഞ്ഞിന് നല്ല ആരോഗ്യവും ബലവും എല്ലാം തന്നെ നമുക്ക് എന്താണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കെല്ലാം തന്നെ ലഭിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ ചെറുധാന്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ വിവിധതരം പലഹാരങ്ങളുടെ പ്രദർശനം നടന്നു. അധ്യാപകരായ മിനി വാസുദേവൻ, MN ദീപ്തി, ശ്രീദേവി, ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധം KPCCയുടെ ആഹ്വാനപ്രകാരം വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടണക്കാട് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. വയലാർ കവലയിൽ നിന്നും പ്രകടനമായിട്ടാണ് പ്രവർത്തകർ ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ എത്തിച്ചേർന്നത്. അതിനുശേഷം ഓഫീസിന് മുന്നിൽ നടന്ന ധർണ KPCC സെക്രട്ടറി B. ബൈജു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 250ഓളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഈ പരിപാടി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമായിട്ടും കറണ്ട് ചാർജ് വർധനവും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഒരു യൂണിറ്റിന് 16 പൈസ വെച്ചാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ആ വർധനവ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ അതിന്റെ കൂടെ ഒരു അടിവരയിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മാർച്ച് മാസത്തോടു കൂടി 12 പൈസ കൂടി കൂട്ടും. അപ്പൊ മാർച്ച് മാസത്തിൽ 12 പൈസ യൂണിറ്റിന് കൂട്ടി ബില്ലിൽ വരുമ്പോൾ അത് പത്രസമ്മേളനം നടത്തി മന്ത്രിയോ ബോർഡോ പറയില്ല, ഇപ്പോഴേ പറഞ്ഞിരിക്കുകയാണ്. ഫലത്തിൽ 3 മാസം കഴിയുമ്പോൾ 28 പൈസയുടെ വർധന ഉണ്ടാകും. മാർച്ച് മാസത്തോടു കൂടി സർചാർജ് 17 പൈസ സർചാർജ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ശ്രീ രഘുവരൻ സൂചിപ്പിച്ചതുപോലെ വറുതിയിൽ നിന്ന് എരിചട്ടിയിലേക്ക് എന്ന് പറയുന്ന രീതിയിലാണ് സാധാരണക്കാരായ ഇടത്തരക്കാർ തൊട്ട് താഴോട്ടുള്ള ആളുകളുടെ ജീവിത നിലവാരം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ വിലക്കയറ്റം, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അതിൽ ശ്വാസം മുട്ടി നിൽക്കുമ്പോഴാണ് ആ ജനങ്ങൾക്ക് ആശ്വാസം പകരേണ്ട ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവരെ കൊള്ളയടിക്കുന്ന ഒരു സമീപനവുമായിട്ട് വന്നിരിക്കുന്നത്. എന്തിനാണ് ഇപ്പോൾ ഈ 16 പൈസ 12 പൈസ 17 പൈസയൊക്കെ വർദ്ധിപ്പിക്കുന്നത്? ഇത് SNC ലാവലിൻ 26-28 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന 375 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പറയുന്ന SNC ലാവലിൻ എന്ന് പറയുന്ന അഴിമതി കഥയുടെ, അതും ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതിന്റെ ഒരു തുടർ പരിപാടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇത് 2000 കോടിയുടെ അഴിമതിയാണ് കണക്കാക്കപ്പെടുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TS രഘുവരൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ KPCC മുൻ നിർവാഹക സമിതി അംഗം KR രാജേന്ദ്രപ്രസാദ്, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TH സലാം, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VN അജയൻ, കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കത്ര തുടങ്ങിയവർ പ്രസംഗിച്ചു. വിശപ്പ് രഹിത ചേർത്തലയുടെ ശില്പിയായിരുന്ന K. രാജപ്പൻ നായർ ഓർമ്മയായിട്ട് 1 വർഷം പിന്നിടുന്നു. ചേർത്തല സാന്ത്വനം ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. CPIM ചേർത്തല ഏരിയ സെക്രട്ടറിയും ചേർത്തല സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ സ്ഥാപകനും വിശപ്പുരഹിത ചേർത്തലയുടെ ശില്പിയുമായിരുന്ന K. രാജപ്പൻ നായർ ഓർമ്മയായിട്ട് 1 വർഷം തികയുന്നു. സാന്ത്വനം ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. സാന്ത്വനം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കെയറിൻ്റെ സാന്നിധ്യം ഇവിടെ എല്ലായിടത്തും എപ്പോഴും ഉള്ളതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനുസ്മരണം എന്ന് പറയുന്നത് 1 വർഷം അങ്ങനെ പിന്നിടുന്ന ഈ ദിനത്തിൽ സ്വാഭാവികമായിട്ട് അനുസ്മരണ പരിപാടിയിൽ നടത്തുന്നു. എല്ലായ്പ്പോഴും കെയറിനെ ഇവിടെ സ്മരിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളാകെ കൂടുതൽ പുരോഗതിയിലോട്ട് പോകുമ്പോഴും നമ്മുടെ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ ആശാവഹമായിട്ടുള്ള പുരോഗതി കൈവരിക്കുമ്പോഴുമൊക്കെ കെയർ ആ നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മാതൃക പാർട്ടി സംഘടനാ രംഗത്തും അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തന രംഗത്തും വലിയ സംഭാവന നൽകിയ ആ മാതൃക എല്ലാവരും പിന്തുടരാൻ ആഗ്രഹിക്കുക. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഉത്തരോത്തരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കെയറൊക്കെ വിഭാവനം ചെയ്ത ആ കാഴ്ചപ്പാടിലേക്ക് ഇത് എത്തത്തക്ക തരത്തിൽ ഇത് കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വിപുലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് മേഖലകളിൽ മാത്രമായിരുന്നു പ്രവർത്തനമെങ്കിൽ ഇപ്പോൾ ഏരിയയിലെ എല്ലാ മേഖലകളിലും വ്യാപിപ്പിച്ചുകൊണ്ട് പൂച്ചാക്കൽ പ്രവർത്തന
കേന്ദ്രം തുറന്നിരിക്കുന്നു. ചേർത്തലയിലും അതുപോലെ പ്രവർത്തന കേന്ദ്രം തുടങ്ങുന്നതിന് തയ്യാറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കളായ NR ബാബുരാജ്, P ഷാജി മോഹൻ, ഷേർലി ഭാർഗവൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സാന്ത്വനം സെക്രട്ടറി B വിനോദ് സ്വാഗതവും KP പ്രതാപൻ നന്ദിയും പറഞ്ഞു. നമ്മുടെ സാന്ത്വനത്തിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള KP മുൻകൈ എടുത്ത് നമുക്കൊരു ആംബുലൻസ് അങ്ങോട്ട് തന്നു. അതിനകത്ത് ഏറ്റവും വലിയ മിഷൻ ഈ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നാണ് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡയറക്ടർ ബോർഡ് യോഗം കൂടിയപ്പോൾ ചേർത്തലയിൽ അതിൻ്റെ ഒരു അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു യൂണിറ്റ് തുടങ്ങണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ചെയർമാൻ പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ പൊതുനന്മ ഫണ്ട് അതുമായി ലിങ്ക് ചെയ്ത് നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തണ്ണീർമുക്കം ചാലിപ്പള്ളി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. സിസ്റ്റർ സെബി മേരി അധ്യക്ഷത വഹിച്ചു. കൃപാസനം PRO അഡ്വക്കേറ്റ് എഡ്വേർഡ് വർഗീസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. All students, please be seated down. അടുത്തതായി നമ്മൾ ഗ്രാൻഡ് പേരൻസിനെ ഓണം ചെയ്യുകയാണ്. പറയകാട് നാലുകുളങ്ങര ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ ധ്വജതൈലാധിവാസം നടത്തി. ഇതിന്റെ ഭാഗമായി ഔഷധതൈല ഘോഷയാത്രയും നടന്നു. ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിന്റെയും കൊടിമരത്തിന്റെയും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇതിനു മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് നടന്നത്. അഖിലാഞ്ജലി ഗ്രൂപ്പ് ചെയർമാൻ PD ലക്കിയും കുടുംബാംഗവും ഔഷധതൈലത്തിന്റെ ആദ്യ സമർപ്പണം നടത്തി. തുടർന്ന് പ്രഭാഷണവും ക്ഷേത്രത്തിന്റെ പാതകം വയ്പ് ചടങ്ങും നടന്നു. ആലപ്പുഴ രൂപത സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച സംരംഭകർ ഒത്തുകൂടി. രൂപത സൊസൈറ്റി ഹാളിൽ ചേർന്ന സംഗമം പിതാവ് റവറൻ ഫാദർ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ആവശ്യമുണ്ട്, അധ്വാനമാണ്. ഈ ആവശ്യവും അധ്വാനവും ഇതാണ് തൊഴിലായിട്ട് രൂപപ്പെടുന്നത്. തൊഴിലാണ് ഭൂമിയുടെ ഏറ്റവും വലിയ ചാലകശക്തി. മനുഷ്യൻ്റെ എല്ലാ വികസനവും ചരിത്രം മുൻപോട്ട് കുതിച്ചിട്ടുള്ളതെല്ലാം മനുഷ്യനിലുള്ള തൊഴിലിൻ്റെ ആ സർഗാത്മകത അത് ആവിഷ്കരിച്ചിട്ടുള്ള. നമ്മൾ പറയാറുണ്ട്, അഗ്നി എന്നുള്ള ഒരെണ്ണം കണ്ടെത്തിയതിനെ തുടർന്ന് എന്തൊരു വ്യത്യാസം മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു. വേട്ടയാടി ജീവിച്ചിരുന്ന മനുഷ്യൻ അഗ്നിയിലൂടെ അവൻ്റെ ഫുഡ് കൾച്ചർ തന്നെ മാറി രൂപപ്പെട്ടു. ചക്രം കണ്ടെത്തിയപ്പോൾ മനുഷ്യൻ്റെ വേഗത, ഇന്ന് നമ്മൾ ചീറിപ്പായുന്ന എല്ലാ വേഗത സഞ്ചാരങ്ങളുടെയും അടിസ്ഥാന വ്യത്യാസം രൂപപ്പെട്ടത് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന ഒന്നിരുന്ന്
ചക്രത്തിൽ ഉരട്ടിക്കൊണ്ടുപോകാം എന്നുള്ളൊരു കണ്ടുപിടുത്തമാണ്. വൈസ് ജനറൽ ജോയി പുത്തൻവീട്ടിൽ അധ്യക്ഷത വഹിച്ചു. രൂപതയിൽ നിന്നുള്ള 300-ലധികം സംരംഭകർ പങ്കെടുത്ത യോഗത്തിൽ നടന്ന ചർച്ചകൾക്ക് PA സെബാസ്റ്റ്യൻ നേതൃത്വം നൽകി. കൂടുതൽ സംരംഭകരെ ചേർത്ത് ഫോറം രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. റവറന്റ് ഫാദർ സാംസൺ ആഞ്ഞിൽപ്പറമ്പിൽ, പുഷ്പരാജ്, ഫാദർ സെബാസ്റ്റ്യൻ കുറ്റിവീട്ടിൽ, ജാക്സൺ ആറാട്ടുകുളം തുടങ്ങിയവർ പ്രസംഗിച്ചു. KM സീൻ, ആലപ്പുഴ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. BDJS സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും കിസാൻ സർവീസ് സൊസൈറ്റി പ്രവർത്തനം തുടങ്ങി. ചെറുത്രയിൽ SN ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങണ്ട വളവിൽ രാത്രികാലങ്ങളിൽ അപകടങ്ങൾ പതിവാകുന്നു. വഴിവിളക്കില്ലാത്തതാണ് പ്രധാന കാരണമെന്ന പരാതിയുമായി BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. വിശപ്പ് രഹിത ചേർത്തലയുടെ ശില്പിയായ K. രാജപ്പൻ നായർ ഓർമ്മയായിട്ട് 1 വർഷം പിന്നിടുന്നു. ചേർത്തല സാന്ത്വനം ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ചേർന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.